അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആന വീണ്ടും ജനവാസ മേഖലയിൽ തിരികുകയാണ്. അതിലേക്ക് പോകാം. ആന ഇപ്പോൾ വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയിരിക്കുകയാണ്. ഈ ആനയുടെ മസ്തകത്തിലെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ആന KSRTC ബസ് തടഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും ആന ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, ഈ ആന ഇപ്പോൾ ജനവാസ മേഖലയിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? എന്തായാലും ആശ്വാസകരമായൊരു ദൃശ്യമാണിത്. കാരണം ഇപ്പോൾ ആന ഭക്ഷണം അല്ലെങ്കിൽ തീറ്റ എടുക്കുകയാണ്. ഒരു കവുങ്ങ് മറിച്ചിട്ട് അത് പൊളിച്ച് കഴിക്കുകയാണ്. വാഴയൊക്കെ കഴിക്കുന്നുണ്ട്. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഇതിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു എന്നുള്ള തരത്തിൽ ഉള്ള വിവരങ്ങളുണ്ടായിരുന്നു. മസ്തകത്തിലെ പരുക്ക് കൂടുതൽ ഗുരുതരമായിരുന്നു എന്ന വിവരമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആന കൃത്യമായിട്ട് തീറ്റ എടുക്കുന്നതാണ് കാണുന്നത്. അത് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇത് ജനവാസ മേഖലയിലാണ്. നമ്മളിപ്പോൾ ഈ ആനയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. തൊട്ടടുത്ത് വീടുമുണ്ട്. ഏഴാറ്റുമുഖത്താണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ഈ ആനയെ മയക്കുപിടി വെച്ച് പിടിച്ച സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകൾ അകലെയാണ്, ഏകദേശം ഒരു 10 കിലോമീറ്ററിന് ദൂരെയാണ് ഈ ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആനയുടെ ഇപ്പോൾ അടുത്തൊരു വാഴ മരക്കാണ്, അത് തീറ്റ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആന നിൽക്കുന്ന സമീപത്തെ വീടിൻ്റെ ഉടമസ്ഥൻ കൂടി നമ്മളോട് ചേരുകയാണ്. ചേട്ടാ, ഈ ആന എപ്പോഴാണ് വന്നത്? അത് രാവിലെ വന്നതാണ് ആന. ഇപ്പോൾ വാഴയാണ് കൂടുതൽ നശിപ്പിക്കുന്നത്. ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടു കാണാമല്ലോ. വേറെ എന്ത് ചെയ്യാൻ പറ്റും? ആനയ്ക്ക് ഭക്ഷണം ശരിയായ രീതിയിൽ ഭക്ഷണം കിട്ടണില്ല എന്നുള്ളതാണ്. തുടർ ചികിത്സയും കിട്ടണില്ല. അതാണ്. അതിന് ഭക്ഷണം വേണ്ടേ? അതിന് നെറ്റി കണ്ടറിയാം. മുറിവ് ഇത്തിരി ഗുരുതരമാണ്. തുടർ ചികിത്സ ഒരു കൂട്ടിലാക്കിയിട്ട് തുടർ ചികിത്സ കൊടുക്കണതായിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നു. ഇത് പിന്നെ രാവിലെ തന്നെ കണ്ടു? രാവിലെ വന്നതാണ്. ശ്രദ്ധയിൽപ്പെട്ടെ? അല്ല, ഇത് വാഴ വന്ന് ഓടിച്ച സൗണ്ട് കേട്ടുല്ലോ, അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. എത്ര സമയത്തോടെ നിൽക്കുന്നുണ്ട് ഇവിടെ? ഒരു സമയത്ത് ഒരു 6:45 ഇട്ട് വന്നതാണ്. ഒരു 3 മണിക്കൂറുകളായി ഇപ്പൊ. ഓരോ സെറ്റ് മറിച്ച് അത് തീർന്നു കഴിയുമ്പോൾ അടുത്ത സെറ്റ് വാഴ മറിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ. നല്ല കൊലകളൊക്കെയാണ് ഓടിച്ച് കളയനെ. എന്ത് ചെയ്യാൻ പറ്റും? ആനയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഉദ്യോഗസ്ഥരാണ് ഈ അവസ്ഥ മനസ്സിലാക്കേണ്ടത്. കൂടുതലും ഉദ്യോഗസ്ഥർ അതിൻ്റെ ശരിയായ രീതിയിൽ അതിനെ കണക്കിലെടുക്കണില്ല. അതാണ് കാരണം. അത്രയ്ക്ക് ഫീലിംഗ് ആണ് അതിന്. വിശപ്പാണ് ഏറ്റവും കൂടുതൽ. ഇത്രയും ആളുകൾ ജനം അടുത്ത് കൂടിയിട്ടും അവർ സമാധാനമായിട്ട് ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ പ്രലോഭനം ഉണ്ടാക്കണില്ല. ഇനി ആരെങ്കിലും പ്രലോഭിച്ചാൽ ബുദ്ധിമുട്ടാവും. അതെ അതെ. ആന ഇവിടെ നിന്നല്ല, കുറച്ച് ദൂരെ നിന്നാണ് വരണേ. മറ്റുള്ളിടത്തൊക്കെ ഫെൻസിങ് ഇട്ടേക്കണ കാരണം ഫെൻസിങ് ഒഴിവുള്ള ഭാഗം നോക്കിയിട്ട് ആന വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഫെൻസിങ് ഇടാൻ വളരെ കാലമായിട്ട് ആവശ്യപ്പെടുന്നു. ഏകദേശം ഈ ബൗണ്ടറി, എണ്ണപ്പനയുടെ ബൗണ്ടറിയിലുള്ള കംപ്ലീറ്റ് മരങ്ങളും ആന നശിപ്പിച്ചു കഴിഞ്ഞു. കൂട്ടം വന്ന് ഇന്നും കൂട്ടം വന്നിട്ടുണ്ടായിരുന്നു. വേറെ കൂട്ടം വന്നപ്പോൾ ഇത് ഒറ്റപ്പെട്ട് വന്നതാണ്. കൂട്ടത്തിൽ നിന്ന് മാറി വന്നതാ. അവരുടെ ശല്യം കാരണം മാറി വരുന്നതാ. ചേട്ടൻ്റെ പറമ്പിലെ വാഴയും കവുങ്ങും ഒക്കെയാണ് തിന്നുന്നത്. ആ തിന്നുന്നത് എന്തായാലും മറ്റൊരു ആശ്വാസം എന്ന് പറയുന്നത് ആന വയ്യാത്തൊരു ആനയാണ്, അത് ഭക്ഷണം എടുക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ആ ചേട്ടനും അത് തന്നെയാണ് പറഞ്ഞത്. അതിന് നല്ല വിശപ്പുണ്ട്, അത് എടുത്തോട്ടെ എന്നുള്ളതാണ്. തൻ്റെ കൺമുമ്പിലാണ് ഇതൊക്കെ നശിപ്പിക്കുന്നതെങ്കിൽ പോലും ആനയുടെ ആ ഒരു അവസ്ഥയിൽ ദയുള്ള ഒരു നിലപാട് തന്നെയാണിത്. എന്തായാലും ആന ഭക്ഷണം എടുക്കുന്നു എന്നുള്ളത് നല്ല കാര്യം. അരുൺ, ഈ ദൗത്യ സംഘം ഇവിടേക്ക് എത്തുമോ? കാരണം ഇപ്പോൾ ഈ ആന ഈ മേഖലയിൽ നിൽക്കുകയാണ്, ആനയെ നിരീക്ഷിക്കുന്നുണ്ടോ? ഈ സംഘം ഇവിടേക്ക് എത്തുമോ? ദൗത്യ സംഘം ഇങ്ങോട്ടേക്ക് എത്തില്ല. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയുണ്ട്. ആന മറ്റ് പ്രകോപനങ്ങൾ ഉണ്ടാക്കാതെ ആനയെ കൃത്യമായിട്ട് കയറ്റിവിടാനുള്ള
കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കൂടുതൽ ജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താതെ കൂടുതൽ ജനങ്ങൾ എത്തി അങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആന പ്രകോപിതനാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നിർത്താൻ വേണ്ടിയിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് എത്തിയിട്ടുണ്ട്. ദൗത്യ സംഘം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തില്ല. കാരണം ദൗത്യ സംഘം എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ആനയെ മയക്കുവെടി വെക്കുകയുള്ളൂ. അതിനുവേണ്ടി മാത്രമേ ദൗത്യ സംഘം എത്തുകയുള്ളൂ. അത് 2 ദിവസത്തിനകം ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടാണ് രാവിലെ വയനാട്ടിൽ നിന്ന് വിക്രം എന്ന കുങ്കിയാനയെ കൊണ്ടുവന്നത്. ഇനി കോടനാട് ഇതിന് കൂടൊരുങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് ആനയെ മയക്കുവെടി വെക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആന ഇറങ്ങി എന്നറിഞ്ഞപ്പോൾ തന്നെ അവരിവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ അതൊരു പ്രകോപനം ഉണ്ടാക്കുന്നില്ല. ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്താണ് ഈ ആന നിൽക്കുന്നത്. നമ്മൾ കുറച്ച് ഉയരത്തിലാണ് എന്നുള്ളത് കൊണ്ട് ഉയരത്തിലാണ്. എന്നിട്ടും ആന ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. ആന വളരെ ശാന്തനായി നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. അത്രത്തോളം വിശപ്പുണ്ടായിരിക്കാം. കാരണം ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവശനായി കാണപ്പെട്ടു എന്നുള്ളതാണ് പ്രദേശവാസികളൊക്കെ പറഞ്ഞത്. ആ മസ്തകത്തിലെ പരിക്ക് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലാണെന്നും പറയുകയുണ്ടായി. അപ്പോൾ ആന വളരെ ക്ഷീണിതനാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അരുൺ. കാരണം ആന വളരെ ശാന്തനായി നിൽക്കുന്നുണ്ട് എങ്കിലും അത് വളരെയധികം ക്ഷീണിതനാണ് എന്നുള്ളത് വ്യക്തമാണ് ദൃശ്യങ്ങളിൽ. അതെ, തീർച്ചയായിട്ടും ആന നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ ഫൈസൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫൈസൽ, ഇത് നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ചുകൂടെ ക്ഷീണിച്ചിട്ടുണ്ടോ? ക്ഷീണിച്ചിട്ടുണ്ട്. ആന ആദ്യമായിട്ട് കാണുമ്പോൾ ആന നല്ല ആരോഗ്യവാനായിരുന്നു. ഇപ്പോൾ ഈ നിലവിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആനയെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, വളരെ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട്. തീറ്റ എടുക്കുന്നത് തുടങ്ങിയിട്ടുണ്ടെന്നാണ്. പോസിറ്റീവ് അല്ലേ? അതെ, തീറ്റ എടുക്കാൻ പ്രയാസപ്പെട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ? മുൻപും ഇതുപോലെ ആന ഒരു 2 ദിവസം മുമ്പ് 1-ാം ബ്ലോക്കിൽ ഇതുപോലെ ഒരു ചെളിക്കുണ്ടിൽ നിന്നിരുന്നു. അന്ന് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഈ ആന അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ഡോക്ടറുടെ സംഘം എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഈ ആനയ്ക്ക് മരുന്ന് കൊടുക്കാനായി പൈനാപ്പിളിൽ മരുന്ന് കൊടുക്കാനായി ശ്രമിക്കുന്നതിനിടയിൽ ആന കാട് കയറുകയായിരുന്നു. പിന്നീട് കണ്ടതാണ് കഴിഞ്ഞ ദിവസം 17-ാം ബ്ലോക്കിലെ ഫാക്ടറിയുടെ സമീപം കണ്ടത്. അന്നും ഇതുപോലെ മണ്ണ് വാരിയിട്ട് നിൽക്കുകയായിരുന്നു. അന്നും തീറ്റ എടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ കാണുമ്പോൾ ആന വാഴ മറച്ചിട്ട് തിന്നുന്ന ഒരു ആശ്വാസകരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. നിലവിൽ ഇപ്പോൾ ആനയുടെ ആരോഗ്യസ്ഥിതി മോശം തന്നെയാണ്. ശരീരം വളരെ പോസിറ്റീവായ അത് ഈ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലാന്റേഷൻ മേഖലയിലെ ആനകൾ കൂടുതലും എണ്ണപ്പന കുത്തിമറിച്ചിട്ട് അത് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വാഴ ആയതുകൊണ്ടായിരിക്കണം കഴിക്കുന്നത്. ജനവാസ മേഖലയാണ് ഇതില്ലേ? ഒരുപാട് വീടുകളുണ്ട് ഈ അടുത്ത്. അതെ, ഇതിപ്പോൾ നിലവിൽ ഏഴാറ്റുമുഖം ഭാഗത്താണ് ആനയെ ഇപ്പോൾ നിലവിൽ കണ്ടിരിക്കുന്നത്. ഒരു വീടിനോട് ചേർന്ന് ഉള്ള ഒരു പറമ്പിലാണ്. രാവിലെയാണ് ഈ വീട്ടുടമസ്ഥൻ ഈ ഒച്ച കേട്ട് വന്ന് നോക്കുമ്പോഴാണ് ഈ ആന നിൽക്കുന്നത് അറിഞ്ഞത്. അങ്ങനെ വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു. അവർ വന്നപ്പോഴാണ് ഈ മുറിവേറ്റ ആനയാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞത്. വേറെയും കൂട്ടങ്ങൾ ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ സമീപവാസികൾ പറയുന്നത്. രാവിലെ ആയതുകൊണ്ട് എല്ലാവരും ആനകളെല്ലാം കയറിപ്പോയി എന്നാണ് നിലവിൽ അറിയുന്നത്. ആന തീറ്റ സാധാരണ ആളുകളൊക്കെ കുടുംബ പ്രകോപനം ഉണ്ടാക്കുന്നതായിരുന്നല്ലോ അല്ലേ? നിലവിൽ ഈ ആന ഈ കഴിഞ്ഞ ദിവസം വരെയും ആളുകളെ കാണുമ്പോൾ ചാർജ് ചെയ്യുകയും വാഹനം തടയുകയൊക്കെ ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടായിരിക്കണം ഇവിടെ ഈ ആളുകൾ നിൽക്കുന്നിട്ട് പോലും ഒരു പ്രകോപനം ഉണ്ടാക്കുകയോ അങ്ങനെ ഒന്നും ചാർജ് ചെയ്യുന്ന ഒരു രീതിയിലും ഇല്ല. വളരെ ശാന്തനായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നിൽക്കുന്നത്. വിശപ്പുണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ എണ്ണപ്പന കുത്തിമറച്ചിട്ട് തിന്നുന്ന ഒരു പാടില്ല നിലവിൽ ഈ വാഴകൾ ആനയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ വളരെ ഇതായിട്ട് വിശപ്പ് തീരുന്നത് വരെയും ആന അങ്ങനെ നിന്ന് കഴിക്കും. അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ അറിയാൻ പറ്റില്ല. ഇപ്പം നിലവിൽ ഈ ആന ഇവിടെ നിൽക്കുന്നത് അറിഞ്ഞ് ഇതിലേ പോകുന്ന വിനോദസഞ്ചാരികളടക്കം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. പല ആളുകളും ആനയെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പ്രകോപിപ്പിക്കാതെ ആളുകൾ മാറിപ്പോകണം എന്നുള്ളൊരു ഇതുകൂടി നമുക്ക് പറയാനുണ്ട്. തീർച്ചയായിട്ടും അതാണ് കാര്യം. ആന ഇവിടെ ശാന്തനായിട്ട് നിന്ന് തീറ്റ എടുക്കുകയാണ്. അതിനെ നമ്മൾ കൂടുതൽ ശല്യപ്പെടുത്തേണ്ട എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ശരി അരുൺ.